അപ്പോൾ നെക്സ്റ്റ് ഇയർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അസ്യൂസ് VBook Go 15 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാക്കേജിങ് കണ്ടല്ലോ, ഇപ്പോൾ എല്ലാം വരുന്നത് ബ്രൗൺ പാക്കേജിങ് ആണ്. നമ്മൾ കണ്ടാത്തി ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതാണെ അവർ ഗ്രീൻ ഇനിഷ്യേറ്റീവ് അങ്ങനെ എന്തൊക്കെയാണ് ഇത് വെച്ച് നമുക്ക് ഇത് സ്കാൻ ചെയ്താൽ എയർ അൺബോക്സിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പം എയർ അൺബോക്സിംഗ് അല്ല, നമുക്ക് നമ്മൾ അൺബോക്സിങ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം അൺബോക്സിങ്. ഇവിടെയും ഇത് പ്രൊട്ടക്ഷനാണ് കേട്ടോ. ഈ പാക്കേജിങ് ആണെങ്കിൽ അതിൻ്റെ ഭയങ്കര രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. പ്രൊട്ടക്ട് ദ എർത്ത് വിത്ത് അസ്യൂസ് VivoBook. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഈ VivoBook എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഇവിടെ എടുത്തു, അതവിടെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ബാക്കി എന്തൊക്കെ ബോക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പെർഫെക്റ്റ് എക്സ്പീരിയൻസ്, ഒരു പ്രീമിയം കെയർ, ഒരിത് കാർഡ്, ആസ് യൂഷ്വൽ ഏതോ ഒരു ഭാഷയിൽ അല്ല ഇംഗ്ലീഷ് തന്നെ. പിന്നെ ഹൗ ടു ആക്ടിവേറ്റ് ദ ഓഫീസ്, ഇത് നമുക്കിതിൻ്റെ അകത്ത് വിൻഡോസ് ഓഫീസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ചാർജർ എന്തായാലും വരണം. ഈ സൈഡ് വേറെ ഓപ്ഷനൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അത് ബേസിക്കലി ചാർജർ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ വേറെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇപ്പം വേറെ ഒന്നും അധികം വരില്ല. ഒരു ചാർജർ കാണും, ലാപ്ടോപ്പ് കാണും. നമുക്ക് തിരിച്ച് ബോക്സ് അതേണൊക്കെ അങ്ങ് വയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന ബ്രിക്കാണ്. 45 വാട്ട്സ് ആണ് കേട്ടോ ബ്രിക്ക്. ഒരു USB-C അല്ല, നോർമൽ തന്നെയാണ്. ഇങ്ങനെ USB-Cയിൽ നമുക്ക് നോർമൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റണം. കേബിൾസ് കാര്യങ്ങൾ നമുക്ക് അത് വേണമെങ്കിൽ ചാർജ് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ, അക്കാണോന്ന് അറിയണമല്ലോ. കേബിൾ കണക്ട് ചെയ്യാനായിട്ടൊരു സാധനം പലരും ഇത് ഇളക്കാതെ ഉപയോഗിച്ചളയും. അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് അവരത് ഇളക്കിയാലേ കുത്താൻ പറ്റുള്ളൂ. ചാർജർ ആദ്യം കണക്ട് ചെയ്യാണ്. ഇൻഡിക്കേഷൻ ഇപ്പുറത്താണ്. ചാർജർ ഓക്കെയാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഇവരെ ബ്രാൻഡിങ് ഇപ്പം പ്രീമിയം രീതിയിലാണ്. കുഞ്ഞ് ബ്രാൻഡിങ് അല്ല, വലിയ മറ്റേ പഴയ എഴുത്തൊന്നുമില്ല ഇപ്പോൾ. ഞാനിത് യൂസ് ചെയ്യാറില്ല. ചിലരിത് ഇങ്ങനെ ഒട്ടി വെച്ചേക്കും. ഞാൻ ഈ സ്റ്റിക്കറുകളെല്ലാം ഇളക്കി കളഞ്ഞു. ഇതിൻ്റെ ഒന്നും ആ ഒരു ആവശ്യമില്ല. കുറേ സ്റ്റിക്കർ ഇത് ആക്ച്വലി അവരൊരു പരസ്യം തരുന്നതാണ്. കാരണം ഇത് ഒട്ടിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വെച്ചാൽ ആരെങ്കിലും ഉപയോഗിക്കൂ? കിടക്കുമ്പോഴും പറ്റില്ലല്ലോ. അതായത് 180 ഡിഗ്രി ഹിഞ്ചാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ പ്രൊട്ടക്ഷൻ, പ്രൈവസി. നമുക്ക് ഹാക്കിങ്ങോ അങ്ങനെ ഒന്നും വന്നാലും ഒരു ഫിസിക്കൽ, ഇപ്പോൾ എല്ലാത്തിനും മിക്കവാറും ഒരു ഫിസിക്കൽ പോർട്ട് വരുന്നുണ്ട്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഓൺ ചെയ്യാം. ഓണാക്കാൻ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടൺ ഓൺ ആവാൻ അല്പം സമയം എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലാപ്ടോപ്പ് എടുക്കുന്നതാണ് ലാഭം. കാരണം ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് വെച്ചാൽ Ryzen 5 7520U ആണ്. 7000 സീരീസ് ഇതാണ്. 16 GB റാം വരുന്നുണ്ട്. അതും DDR5 റാം, 512GB SSD. അപ്പോൾ ബാക്കി ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൂടെ 20 വരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ആൾമോസ്റ്റ് വില 40 സംതിങ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. 150 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ആൻറ്റി ഗ്ലെയർ, ഫുൾ HD ആണ് വരുന്നത്. പിന്നെ ഇതിൽ എക്സ്പാൻഷൻ ചെയ്യാം. 512 നമുക്ക് ആൾറെഡി വരുന്നുണ്ട് ഇന്റേണൽ സ്റ്റോറേജ്. മാത്രമല്ല M.2 സ്ലോട്ട്, എക്സ്ട്രാ എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു റാമും ഉണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ചെക്ക് ചെയ്യാം. ഗ്രാഫിക്സ് ഡെഡിക്കേറ്റഡ് അല്ല, ഇൻറ്റഗ്രേറ്റഡ് ആണ് വരുന്നത്. നമുക്കിത് ഓഫീസ് ടാഗിനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഓഫീസ് വർക്ക് പോലത്തെ ഉള്ള കാര്യങ്ങൾക്കായിട്ട്. ബാറ്ററി 42 വാട്ട്സിൻ്റെ 3 സെൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് 60% ഇൻ 49 മിനിറ്റ്സ്. പിന്നെ ഇതിലുള്ള പോർട്ട് എല്ലാം വരുന്നുണ്ട്. ഏകദേശം HDMI പോർട്ട് വരുന്നുണ്ട്. USB-C ആണ് 3.2 Gen 1, 3.5 ജാക്ക് വരുന്നു, ആഡിയോ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റേ ഇതൊന്നുമില്ല, മെമ്മറി കാർഡിലുള്ള ഓപ്ഷൻ ഒന്നുമില്ല. കാരണം ഇത് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. ഇത് ഓഫീസ് വർക്കില്ല. അതിൽ പൊതുവേ കാർഡ് റീഡർ വരാറില്ല. അപ്പോൾ നമ്മൾ ഒറിജിനലാണ്. OS മൈക്രോസോഫ്റ്റ് എല്ലാം ആക്ടിവേറ്റ് ഉള്ളതാണ്. വൈഫൈ കണക്ട് ചെയ്ത ഉടനെ അജയ് അവിടെ നിന്ന് ആക്ടിവേഷൻ ചെയ്തോളും. ബാക്കി നമ്മൾ അജയ് ട്രോൺ PC എന്ന സാധനം വാങ്ങിച്ചത്. അപ്പം ബാക്കി ആക്ടിവേഷൻസ് എല്ലാം അവൻ ചെയ്തോളും. നമുക്ക് ഒന്നും ചെയ്യണ്ട, ആ ഉള്ളതുകൊണ്ട് അവൻ എല്ലാം ചെയ്തോളും. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഹൗ ടു ആക്ടിവേറ്റ് ദ ഓഫീസ് എന്നുള്ളതിൻ്റെ ചിലപ്പോൾ തനിയെ ആക്ടിവേറ്റ് ആവും. ഇത് നമുക്ക് ഇത് നോക്കണം.
നമ്മൾ 180 ഡേയ്സ് 180 ദിവസത്തിനകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആക്ടിവേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ആക്ടിവേറ്റ് ആവില്ല കേട്ടോ. ഫസ്റ്റ് ബൂട്ട് ചെയ്ത് 180 ഡേയ്സിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ കീബോർഡ് എല്ലാം നല്ല ഒരു നോർമൽ എല്ലാത്തിലും വരുന്ന പോലെ ഒരു വലുതല്ല, എഡിറ്റിങ്ങിനൊക്കെ നമുക്ക് വലിയ സൈസ് വരണം. പിന്നെ കീബോർഡെല്ലാം ഭയങ്കര നല്ല ലേബിൾഡ് ആണല്ലേ, എല്ലാത്തിലും കുറേ ലേബിൾസ് ഉണ്ട്. ലോഡായി വരുന്നേ ഉള്ളൂ, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആവുന്നതേ ഉള്ളൂ, ആക്ടിവേഷനൊക്കെ ആവേണ്ടി വരും. അസ്യൂസിൻ്റെ സർവീസ്, പിന്നെ അസ്യൂസിൻ്റെ എക്സ്റ്റൻഡ് വാറൻറ്റി ഒക്കെ എടുക്കാൻ നമുക്ക് HP ഒക്കെ ആണെങ്കിൽ എക്സ്റ്റൻഡ് വാറൻറ്റി 1 വർഷത്തേക്കൊക്കെ എടുക്കുക 8000 രൂപയൊക്കെയാണ്. ഇതാകുമ്പോൾ അത്രയും എക്സ്റ്റൻഡ് വാറൻറ്റിക്ക് അത്രയും റേറ്റ് വരത്തില്ല. അപ്പം എന്തായാലും എൻ്റെ എനിക്ക് പേഴ്സണലി HP 2 യൂസ് ചെയ്യണുണ്ട്. ആസ്യൂസ് അനിയൻ്റെ ആസ്യൂസ് ഉണ്ട്, അജയ് ആസ്യൂസാണ് യൂസ് ചെയ്യണം. അത് പണിയെടുത്ത് അവൻ വാങ്ങിച്ചതിന് ശേഷം ഇവിടെ 3 തവണ അങ്ങോട്ട് സാധനം ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ. 4 വർഷത്തിന് 5 വർഷത്തിനിടയിൽ അങ്ങോട്ട് അത്രയ്ക്ക് ഇതായി. അതിൻ്റെ ഡിസ്പ്ലേ പോയി മാറി, കാരണം അത്രയ്ക്ക് യൂസാണോ അവൻ. അത് ഓഫേ ചെയ്യാറില്ല, ആ സാധനം ഓഫ് ചെയ്യാറില്ല. അതിൻ്റെ അപ് ടൈമൊക്കെ ലാസ്റ്റിൽ അപ് ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 150 മേളിലാണ് അപ് ടൈം. ഞാൻ എപ്പോൾ കണ്ടാലും അത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതിപ്പോൾ ഇനി കുറേ ഡൗൺലോഡ് ഇനിയുണ്ട്, 4% ആയുള്ളൂ. അപ്പോൾ അത് തീർന്നിട്ട് നമ്മൾ വരാം.